ഈശോ ഈശോ ഇപ്പോൾ തട്ടിയതറിയും. അന്ന് പേസ്റ്റ് ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ശരിയാവും. ഈ വീട്ടിൽ ചെന്നിട്ട് പെയിൻറ്റ് പോയോടത്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇത് സെൻസർ സംഭവമാണെന്നാണ് എൻ്റെ പറയുന്നത്. സെൻസറുകൾ ഫിറ്റ് ചെയ്യണതാണ്. ഇതിൽ നോക്കിയിട്ടാണ് 3D സെറ്റ് ചെയ്യുക അല്ലേ? ഇന്നത്തെ വ്യത്യാസം തന്നെ 3D ആ ലിങ്കാണ് അഡ്ജസ്റ്റ് ചെയ്യണത് അല്ലേ? ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഈ സാധനത്തിൽ വ്യത്യാസം കാണാൻ പറ്റും അല്ലേ സ്ക്രീനിൽ? അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത്. ഇത് ബെൻഡായി കഴിഞ്ഞാൽ അലവിന് പോകും. പിന്നീട് ഈ ഷോക്ക് പോയി ഞെട്ട് ഇതൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റുക. ഹെയർ പഞ്ചറ നല്ല ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓടിച്ച് നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണോ വീൽ അലൈൻമെൻ്റ് ഉള്ളൂ? ഇല്ലല്ല, ബാക്കും ഉണ്ട്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഡിസൈറിനേക്കാളും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള വണ്ടി. സ്വിഫ്റ്റിന് വല്ല ഷോഡി ഉണ്ടോ? 120. ഏത് ടയറായിരുന്നു? മിക്സലിനോട് ഇത് 760 വന്നിട്ട് ഡിക്കി സ്പേസ് അത്രയധികം കൂടുതലുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. ശരിക്കും ഈ ഒരു വണ്ടി എടുക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൺട്രോളുകൾ മൊത്തം സ്റ്റിയറിങ്ങിലുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല. അപ്പോൾ സംഭവം കാഴ്ചയിൽ വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഡിസൈറിനേക്കാളും വലുത് ഇതാണെന്ന് തോന്നണം. ഒരു പൊടി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല. എന്തായാലും നല്ല വണ്ടിയാണ്. ബ്ലാക്ക് കളർ കൂടി ആയിപ്പോഴേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വണ്ടി ഗ്യാരണ്ടി കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പോവാണ്. 1 വർഷം ആയിട്ടില്ല. നമ്മുടെ ബാറ്ററി ഇപ്പോൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനി സർവീസാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിലും വാറണ്ടിയുടെ കാര്യം പറഞ്ഞ് ചെല്ലുമ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും എന്തെങ്കിലും കാര്യം പറഞ്ഞ് കട്ട് ചെയ്യും. അപ്പോൾ അത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അതിനും വേണ്ടി പോവുകയാണ്. അപ്പോൾ വാറണ്ടി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക ഏത് വണ്ടി എടുക്കുമ്പോഴും അവർ പറയും കമ്പനി സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക നിസ്സാര പൈസയുടെ കേസ് വീണ്ടും വലിയ പൈസ കൊടുത്ത് അവരെ അവിടെ പോയിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ എന്ത് കാരണം പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാൻ പോണേ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കമ്പനിയിൽ ഓൾറെഡി അവരിപ്പോൾ പറയാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നത് സാധാരണഗതിക്ക് അറിയില്ല. എന്നാൽ കൂടി കമ്പനിയിലല്ല നമ്മൾ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമാണ് പുറത്തുള്ള ഒരു പണി ചെയ്തിട്ടുള്ളൂ ഇലക്ട്രിക്കൽ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഇതായിട്ട് ഇറങ്ങി പോകണമെന്നില്ല. നമ്മൾ ഇതേവരെ സബ് വെച്ചിട്ടുമില്ല. അപ്പോൾ സബ് വെച്ചിട്ടുണ്ടെങ്കിൽ സബിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും പറയാം. ഇത് അതുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ സർവീസ് കറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് തന്നെയല്ല ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 40,000 കിലോമീറ്റർ വരെ ഗ്യാരണ്ടി ആണ്. ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരും 1 വർഷത്തിന് മുന്നേ ആണെങ്കിൽ. നമ്മുടെ 11 മാസം ആയിട്ടുള്ള 12ാമത്തെ മാസം ഈ 12ാമത്തെ മാസം തികയണമെങ്കിൽ ഈ ഒരാഴ്ച കൂടി കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ടൈം പീരീഡ് ആയാലും അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ് വലിച്ചു നീട്ടുമില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. വർക്ക്ഷോപ്പിൽ മീൻസ് സർവീസ് സെൻ്ററിലേക്ക് പോകാം. എന്നിട്ട് നോക്കാം കിട്ടുമില്ല എന്നുള്ളത്. വായോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വണ്ടികളുള്ള ആൾക്കാരല്ലേ, പുതിയ വണ്ടികൾ എടുത്തിട്ടുള്ള ആൾക്കാരല്ലേ. ആ സമയത്ത് ഇത് കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ പല പല കാരണങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സാധാരണ ബാറ്ററി വർക്ക്ഷോപ്പിൽ പോയിട്ട് ബാറ്ററിയുടെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ബാറ്ററിയുടെ തന്നെ കംപ്ലൈന്റ് ആണോ അതേ വേറെ വലുതാണോ എന്നുള്ളത് അറിയുള്ളൂ. സാധാരണഗതിക്ക് ബാറ്ററിയുടെ അവനാണ് 99% ചാൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ആവാണ്ട് വന്നപ്പോൾ നേരെ ബാറ്ററിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫുൾ ചാർജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആവാണ്ട് വന്ന് വീണ്ടും നമ്മൾ കുറേ ഓടിയിട്ടാണ് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയണത് ആ സമയത്ത് ചാർജ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ച് നേരം നിങ്ങൾ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ചാവി ഒന്ന് ഓൺ ചെയ്തിട്ട് അപ്പോൾ ഒറ്റയടിക്ക് ഇറങ്ങി പോകുമല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ അത് എല്ലാ വണ്ടിയുടെ ഇറങ്ങി പോവും, നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ചാവി ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ ഇത് ചെയ്യരുത് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. സാധാരണ വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചാവി ഓൺ ചെയ്തിട്ടിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് പലപ്പോഴും ഒരു 3-4 പാട്ടൊക്കെ കേൾക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ആ AC ഫാൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേവരെ ഒരു വണ്ടിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്ര പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ഫുൾ ബാറ്ററിയുടെ ചാർജും ഇറങ്ങിപ്പോണ കേസ്. അപ്പോൾ അതെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടോ ഏതെങ്കിലും ഒരു ഷെല്ല് വീക്ക് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ ഈ ഫസ്റ്റ് നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ഷെല്ലോ കാര്യങ്ങളോ വീക്ക് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം കൊണ്ടാണോ അത് വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമ്മൾ സർവീസ് സെന്ററിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിപ്പോൾ പറയുകയാണ് സാറേ ഇതിന് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ നമ്മളുടെ ഒരാഴ്ച കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്യാരണ്ടി തീരും, പിന്നെ നമുക്ക് ഗ്യാരണ്ടി കിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെന്ന് നമ്മളിതിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം ചേട്ടാ നിങ്ങൾ ബാറ്ററി ഇവിടെ ഊരി വെച്ചോ, ഒരു സാധാരണ ബാറ്ററി ഞങ്ങൾക്ക് വണ്ടിയിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെക്കാനായിട്ട് തന്നോളൂ. അപ്പോൾ ഞങ്ങളുടെ ബാറ്ററി പുതിയത് വന്നതിന് ശേഷം ബാറ്ററി തിരിച്ചുകൊണ്ട് തരാം
അല്ലെങ്കിൽ നിങ്ങൾ നന്നാക്കിയിട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം പോയിട്ട് നമുക്കിത് അറിയാണ്ട് നമ്മളായാലും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ഓടിച്ചെന്ന് നമ്മൾ അറിയാത്ത കാര്യത്തിന് വേറെ വല്ലവരോടും തർക്കിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബാറ്ററി പോയി അത് നിങ്ങളുടെ കുറ്റം കൊണ്ട് എനിക്ക് മാറ്റി തരാനൊന്നും വേഗം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ കാര്യം വിവരങ്ങൾ അറിയാനായിട്ട് നേരെ ബാറ്ററിയുടെ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാം. അപ്പൊ തൃശ്ശൂര് ഇന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ, എല്ലാ ദിവസവും മഴയുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ചെറിയൊരു ശമനം ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. സ്കൂള് വിടുന്ന സമയത്ത് കറക്റ്റ് മഴ അടിപൊളിയായിട്ട് പിടിക്കും, അതാണ് പതിവ്. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പോലത്തുംപാടത്ത് വലിയ തിരക്കൊന്നും ഇല്ല. സാധാരണ ആ പെരിങ്ങാവ് ജംഗ്ഷനിൽ 4 കൂടിയ സ്ഥലത്ത് എപ്പോഴും ഒരു ബ്ലോക്ക് വരുന്നതാണ്. ഇത് അങ്ങനെയൊന്നുമില്ല. തൃശ്ശൂരത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഇനി പുലിക്കളി ഉണ്ട് ഓണത്തിന്. അതാണ് തൃശ്ശൂർ മാത്രമുള്ളൊരു വിശേഷം. ബാക്കി ഒരു സ്ഥലത്ത് അങ്ങനെ പുലിക്കളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ളൊരു സ്പെഷ്യൽ വിശേഷമാണ് കേട്ടോ പുലിക്കളി. അപ്പോൾ ഓണ സമയത്ത് 4 ഓണത്തിന് വന്നു കഴിഞ്ഞാൽ ആർക്കായാലും പുലിക്കളി കാണാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണഗടിയുണ്ട് തൃശ്ശൂരിന്. പിന്നെ എല്ലായിടത്തും അടിസയിൽ എല്ലായിടത്തും ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഓഫറുകളും അതുപോലെ തന്നെ ഭയങ്കര അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഈ സ്ഥലത്തേക്ക് ഒന്ന് പോവാം, ബാറ്ററിയുടെ സ്ഥലത്തേക്ക് ഒന്ന് പോവാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം കേട്ടോ. അങ്ങനെ നമ്മൾ വന്നു. ഇവിടെ കാളത്തോട് ഒരു സ്ഥലമുണ്ട് പറവട്ടാനിയിൽ. അപ്പോൾ പറവട്ടാനിയിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ഡ്രോപ്പ് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് ആദ്യം. അപ്പോൾ ഞാൻ ആൾ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആദ്യം ഇതിൻ്റെ ഡ്രോപ്പ് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ചാവി ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങി പോകണതാണല്ലോ ഇഷ്യൂ. അപ്പോൾ ഇതിൻ്റെ ചാർജ് കയറുന്ന സംഭവം നോക്കി, അതിനൊന്നും വേറെ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ചാർജ് ഇറങ്ങി പോകണതിന് നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളത് നമ്മുടെ സെറ്റാണ് മെയിനായിട്ട്, വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇതങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇട്ട് 2 മണിക്കൂർ ഇവർ ആ മെഷീൻ വെച്ച് നോക്കിയതിന് ശേഷം ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ പറയാമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ നാളെ രാവിലെ കൊണ്ടിട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറവട്ടാനിയിലാണ്. പറവട്ടാനിയിൽ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവർ നാളെയാണെന്നാണ് പറയണത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. നിലവിൽ വേറെ ആരെങ്കിലും ചെയ്ത് തരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒന്ന് ചോദിച്ച് നോക്കി നോക്കാം കേട്ടോ, വേറെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഡ്രോപ്പ് ചെക്കിങ് ബാറ്ററിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ബാറ്ററി ഷോപ്പിൽ വേറെ സ്ഥലത്ത് പോയി ഒന്ന് നോക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തിരക്കാണ്, ഇന്ന് ഒരു രക്ഷയില്ല, തിങ്കളാഴ്ചത്തേക്കാണ് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, അത്ര തിരക്കാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി 2 സ്ഥലത്ത് പോയി, ഇനിയിപ്പോൾ 3ാമത്തെ സ്ഥലത്ത് പോവാണ് കേട്ടോ. ഒരു സ്ഥലത്തും സമയമില്ല, ചെക്ക് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നിനും സമയമില്ല. വണ്ടികൾ 2-3 എണ്ണം കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം രക്ഷയില്ല. പിന്നെ നമ്മൾ ഇനി അറിയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നിട്ട് ബാറ്ററിയുടെ നമ്മുടെ ഷെല്ലുകളിലെ വല്ല വീക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഡ്രോപ്പ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അപ്പോൾ ആദ്യം തന്നെ ഷെല്ല് വീക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നേരത്തെ പോയി 2 സ്ഥലത്ത് നടന്നില്ല, 3ാമത്തെ സ്ഥലത്ത് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഫുൾ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറായി ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണു. പക്ഷേ ഇത് കണ്ടോ, നമുക്ക് അങ്ങേറ്റത്തേക്ക് കാണുന്നില്ല, അങ്ങേറ്റം വരെ ബ്ലോക്കാണ്. ഇപ്പം മെല്ലെ മെല്ലെ അങ്ങോട്ട് നീങ്ങുന്നെ. ഇത് തൃശ്ശൂരിലെ MG റോഡാണ് കേട്ടോ. MG റോഡിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും തിരക്കാണ്. പോലീസുകാരൻ നിൽക്കേണ്ട സംഭവം, എന്നാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എപ്പോഴും ഇവിടെ ഒരു തിരക്കുള്ള ഒരു സ്ഥലമാണ് MG റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നേരെ നമുക്ക് ബാറ്ററിയുടെ ഷോപ്പ് വരെ പോയി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. സംഭവം എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ, അറിഞ്ഞിട്ടേ മാരുതിയുടെ സർവീസ് സെന്ററിൽ പോയിട്ട് കാര്യമുള്ളേ, അതാണ്. അങ്ങനെ നമ്മൾ പടിഞ്ഞാറക്കോട്ടയിൽ ഒരു ഷോപ്പിൽ വന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ സംഭവം ചെക്ക് ചെയ്തു. അവർ എല്ലാം ക്ലീൻ ആയിട്ട് ഫുള്ള് ചെക്ക് ചെയ്തു. പഴയതുപോലെ ഷെല്ല് പോണ കേസൊന്നുമല്ല, ടോട്ടല് ഇതിൻ്റെ സ്ട്രെങ്ത് കുറയുക ചെയ്യാന്നാണ് പറയണത് ബാറ്ററിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ഓൺ ചെയ്യുക, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു 5 മിനിറ്റ് ഇട്ടപ്പോഴേക്കും സ്ട്രെങ്ത് കുറഞ്ഞു, ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് ഡൗൺ ആയിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഗ്യാരണ്ടി കിട്ടും, ജസ്റ്റ് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെറ്റൊക്കെ പുറത്തുനിന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വാറണ്ടി അവർ ചെല്ലുമ്പോൾ തരില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ പോകാനെന്നാണ് പറയണത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് അവർ വാറണ്ടി കട്ടാക്കും എന്നുള്ളതൊക്കെയാണ് പറയണത്. അപ്പോൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇനിയിപ്പോൾ നമ്മൾ ഈ സാധനം മൊത്തം അഴിച്ച് മാറ്റി വീണ്ടും വാറണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റിൻ്റെ കണക്ഷൻ വിടിച്ച് എല്ലാം ഇതാക്കി കൊണ്ട് ചെല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പോയി ഇത് മൊത്തം വിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് ഇന്നിപ്പോൾ സമയം വൈകി, ഇനിയിപ്പോൾ നാളെയാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ സർവീസ് സെൻറ്ററിൽ പോക്ക് നടക്കില്ല. അപ്പോൾ എന്തായാലും നാളെ രാവിലെ
വന്നിട്ട് സർവീസ് സെന്ററിൽ ഒന്ന് കാണിച്ചു നോക്കാം ആദ്യം അവരെന്താ പറയണെന്നുള്ളത് നോക്കണം. സെറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് തരില്ല എന്ന് മുൻകൂട്ടി നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വർഷം ബാറ്ററി കടക്കാരനും അതാ പറഞ്ഞു നമ്മൾ ചെന്ന് നോക്കുക, എന്നിട്ട് അവരോട് പറയുക ഇത് കപ്ലർ ടു കപ്ലറിൽ ഫിറ്റ് ചെയ്തേക്കണം, വയർ കട്ട് ചെയ്താലല്ലേ ഗ്യാരണ്ടി പോവുള്ളൂ. അപ്പോൾ വയറ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ഒരു സെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്, അതുപോലെ സ്പീക്കറിനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിലൊന്നും നമ്മൾ അഡീഷണൽ വയറൊന്നും മരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്ത കാര്യത്തിനായിട്ട് നമ്മൾ വാറണ്ടി കട്ടാവില്ല. നമ്മൾ വർത്താനം പറയേണ്ട ഒരു മിക്കവാറും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് ആൾ പറയണത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെയാണ് പോകാൻ പറ്റുള്ളൂ, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ, വണ്ടിയുടെ കാര്യം ശരിയാക്കിയിട്ടാണ് അടുത്ത സംഭവം ഉള്ളൂ എന്നുള്ള കണ്ടീഷനിൽ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരെ BRDയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുട്ടനല്ലൂർ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഹൈലൈറ്റ് മോളിലൊന്നും വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടുന്ന് കുട്ടനല്ലൂർ തൊട്ട് അടുത്താണ് BRD വരുന്നത്. അപ്പോൾ BRDയിൽ ഒന്ന് കയറിയിട്ട് സംഭവം കാണിച്ചു വെക്കാം, അവരെന്താ പറയണമെന്നുള്ളത് നോക്കിയതിന് ശേഷം അടുത്ത കാര്യം ചെയ്യാട്ടോ. അപ്പോൾ നേരെ നമ്മൾ കുട്ടനല്ലൂരിൽ നിന്ന് എവിടേക്ക് പോകും, BRDയിലേക്ക് പോവുകയാണ്. തന്നെയല്ല നമുക്ക് ഈ ഫാസ്റ്റാഗ് നമ്മുടെ ബെൻസിൻ്റെ ഫാസ്റ്റാഗ് സംഭവം പുതിയത് തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 2-3 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഈ ഫാസ്റ്റാഗ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ BRDയിൽ വന്നു കേട്ടോ. BRDയിൽ വന്നപ്പോൾ സർവീസിൻ്റെ സ്ഥലത്ത് തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ്. ഇഷ്ടം പോലെ വണ്ടിയാണ്, ഓണവും കാര്യങ്ങളൊക്കെ ആയ കാരണമുണ്ട്. സകല വണ്ടി സർവീസും കാര്യത്തിനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടേ ഫുൾ തിരക്കാണ്. 1 മണിക്കൂർ ഇരുന്നിട്ടാണ് ഒരാളെ കിട്ടിയത്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വാറണ്ടി ഉണ്ട്, നോർമൽ വാറണ്ടി 2 വർഷം, ബാറ്ററിക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ടെന്നാണ് ആൾ പറയണത്. ഇപ്പം നിലവിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് നേരമൊക്കെയാണ് ഓൺ ചെയ്തിട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് നന്നായിട്ട് കാണിക്കുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഒറ്റയടിക്ക് അങ്ങനെ ഇറങ്ങി പോണ പോലെ കാണിക്കണില്ല. ചെറുതായിട്ട് നോർമൽ കണ്ടീഷനിൽ വെച്ചിട്ട് ഒരു പൊടി പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്, അത്രയ്ക്കുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളും ആവുക. അപ്പം അത് അങ്ങനെ വരുമോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ചാവി ഓൺ ചെയ്തിട്ടിട്ട് പാട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഈ ഫാൻ ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നോർമൽ എല്ലാ വണ്ടികളുടെ ഇറങ്ങിപ്പോകുന്നതാണ് അവർ പറയണത്. എനിക്കത് എത്രത്തോളം ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളത് പറയണ കേട്ട് നേരെ പോവാണ്. ഇനിയിപ്പോൾ നേരെ ടോപ്പ് ക്ലീൻ വരെ ഒന്ന് പോകണം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് അവിടെയാണല്ലോ നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് അവരോടും കൂടി ഒന്ന് കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ടോപ്പ് ക്ലീനിലേക്ക് പോവാം. ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് നടക്കേണ്ട ആവശ്യം വരും. ഈ വാറൻ്റി ഒക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ പ്രശ്നമുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ബാറ്ററി പോയാൽ ഒരു പുതിയ ബാറ്ററി മേടിച്ച് നോക്കിയാൽ കാര്യം കഴിഞ്ഞു, ഇത്രയ്ക്കാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ വാറൻ്റിയും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അത് കട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. പുതിയ ബാറ്ററിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4500 രൂപയാണ് ബാറ്ററിക്ക് വില വരുന്നത്. അപ്പോൾ ഈ 4500 രൂപ വില വരുന്ന സമയത്ത് നമ്മളുടെ ഈ സെറ്റ് ഊരി അതിൻ്റെ കണക്ഷൻ വിടിയിച്ച് വീണ്ടും നമ്മൾ ബാറ്ററി വാറണ്ടി കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ സെറ്റ് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ ആ ഫിറ്റിംഗ് ചാർജ് ഇതൊക്കെ കൂടി വരുമ്പോൾ സെയിം പൈസ വേറെ കുറേ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഇതടിച്ചിട്ട് കാര്യമില്ല, പോകുമ്പോൾ പോട്ടെ പുതിയ ബാറ്ററി മേടിച്ച് വയ്ക്കാം എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കമ്പനി സെറ്റൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീലിൻ്റെ എയർ കുറച്ചടിക്കാതെ വെച്ചിട്ടാണ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാക്കാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ 5 വണ്ടി കിടക്കുന്നുണ്ട്. സമയം 5 മണിയായി. അപ്പോൾ 5 വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്ത് വരുമ്പോൾ രാത്രിയോ, അപ്പോൾ നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി. ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എയർ കുറവുണ്ടായിരുന്നു, 26 ഉണ്ടായിരുന്നുള്ളൂ, 32 വേണ്ടോടത്ത്. അപ്പോൾ അതുകൊണ്ട് എയർ അടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ വീണ്ടും കൊണ്ടുവരണം, എന്നിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. ഈ സൈഡ് നോക്കിയിട്ട് ഈ സൈഡും ചെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ വീൽ അലൈൻമെൻറ്റ് 2 സൈഡും പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടുള്ളൂ. അപ്പോൾ മൈന്യൂട്ടായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ വീൽ അലൈൻമെൻറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നാളെ രാവിലെ വീണ്ടും വരണം. പ്ലക്കാറ്റിൽ ടയർ കട ദേവമാതയുടെ മുന്നിലുള്ള ഇതിന് മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. കട ഒരുപാട് മാറിയിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി ഫുൾ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, എന്നാലും ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സെറ്റപ്പ് ആവും കേട്ടോ കാര്യങ്ങൾ. വണ്ടി ഇടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ബാക്കിലേക്ക് തന്നെയാണ് കേട്ടോ കടയൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ വന്നിട്ട് ബാക്കി വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ലോറിയൊക്കെ പണ്ട് കാലം മുതലേ നമ്മൾ എന്താ പറയുക റീസോൾ ചെയ്തായിരുന്നു. അതുപോലെ നമ്മുടെ ജീപ്പ് ഉണ്ടായിരുന്ന കാലത്ത് 90 കാലഘട്ടം മുതൽ റീസോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും തുടർന്ന് ഇവിടേക്ക് തന്നെ പോകുന്നു. കണ്ടോ തിരക്കായിപ്പോൾ മൈൻഡ് ചെയ്യണ പോലും ഇല്ല.
നാളെ ഒന്ന് മൈൻഡ് ചെയ്യാന്ന് പറയണത്. ഇന്നേ വണ്ടികളുടെ കളിയാണ്, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നേരെ വണ്ടി എടുത്തു. ഇനി നാളെ രാവിലെ കൊണ്ടുവരണം. അപ്പോൾ 3-ാം ദിവസമായി നമ്മുടെ വീഡിയോ. ഇന്നലെ കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു. എന്താ പറയുക, എവിടെ ചെന്ന് കഴിഞ്ഞാലും തിരക്ക്. നമ്മൾ വണ്ടി സംബന്ധിച്ച് ഉള്ള ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒക്കെ തിരക്കാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിപ്പൊടി സ്ഥലങ്ങളിൽ മാത്രം തിരക്കില്ലാത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, നല്ല സ്ഥലങ്ങളിൽ എവിടെ പോയാലും തിരക്കാണ്. ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം പോകേണ്ടി വരും. ഞങ്ങളുടെ പെരിങ്ങാവ് ജംഗ്ഷനിൽ ആകെ തിരക്കാതെ കാരണം വണ്ടിയൊക്കെ തൂന്നിയ സ്ഥലത്തേക്ക് കയറി വരുന്നത്. ഗിരിജല ഏതാ പടം? പ്ലൂട്ടോയാണ് പടം. ബ്ലോക്ക് ഇതെങ്ങനെയാണ് ഇവിടുത്തെ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലോ ഒന്നുമില്ല. അപ്പോൾ തോന്നിയ ആൾക്കാർക്ക് തോന്നിയ പോലെ പോകാം. കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ എന്നതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഏതിലാണോ മുന്നേ പോകാൻ പറ്റുക അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് എടുക്കുക തന്നെ. അല്ലാണ്ട് ഇപ്പോൾ കറക്റ്റ് നിയമം നോക്കിയിട്ടൊന്നും ഇവിടെ പോക്ക് നടക്കില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കണം. ഒരാൾ മാത്രം നോക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നോക്കി നിന്ന് നമ്മളിവിടെ 2 മണിക്കൂർ നിൽക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളും അങ്ങനെ തോന്നിയ പോലെ കയറി പോകുക തന്നെ. അല്ലെങ്കിൽ സിഗ്നലിൽ വേണം കുറച്ച് വണ്ടി നിർത്തണം. വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ആ ട്രാക്കിൽ നിന്ന് നേരെ വണ്ടി അങ്ങോട്ട് കടത്തി വിടുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ജംഗ്ഷനിൽ പെരിങ്ങാവിൽ ഇതേപോലെ തിരക്കാണെങ്കിൽ അശ്വിനി ജംഗ്ഷനിൽ ഇതിൻ്റെ ഇരട്ടി തിരക്കായിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, മെല്ലെ അങ്ങോട്ട് പോകുക തന്നെ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ തിരക്കിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വഴിയിൽ നിന്നുള്ള വണ്ടി അവിടെ നിന്ന് വരുന്നു, ഈ വഴിയിൽ നിന്നുള്ള വണ്ടി അവിടെ നിന്ന് വരുന്നു. എല്ലാ വണ്ടിയും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആവുന്നു. നമുക്കിവിടെ ഒരു കാലിക്കറ്റ് ചിപ്സ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചിപ്സ് മേടിച്ചിട്ട് പോകാം. ഓക്കെ, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടി വീണ്ടും അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുക. ഉണ്ടോ, ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ടാറ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ടാറ് ചെയ്തു നേരെ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളുടെ വണ്ടിയുടെ. അപ്പോൾ നമ്മളുടെ വണ്ടി നേരെ ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷമാണോ അത് ഇനി ടയറൊക്കെ ആദ്യം മാറ്റിയിട്ടതിന് ശേഷമാണോ അലൈൻമെൻറ്റ് ചെയ്യണമെന്നുള്ളത് അറിയില്ല. എന്തായാലും ആദ്യം എനിക്ക് തോന്നുന്നു ടയർ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബാലൻസിങ് കാര്യങ്ങളും ചെയ്ത് എനിക്ക് തോന്നുന്നത് മറച്ച് നിറയ്ക്കേണ്ട ആവശ്യം വരുമോ എന്നുള്ളത് അറിയില്ല. അതും കൂടി ചോദിക്കാട്ടെ. നാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വീലിൻ്റെ ഔട്ടറും മറ്റേ സൈഡ് ഫ്രണ്ട് സൈഡ് ആ വീലിൻ്റെ ഇന്നറുമാണ് ചെത്തണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ശരിയാവും. എന്നാലും ഇപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ മാറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താവും എന്നുള്ളത് അറിയില്ല. ചോദിച്ചു നോക്കാം. ഇവനാണെങ്കിൽ പെർഫെക്റ്റാണ്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇതെന്തിനാണോ? വീലഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി ആദ്യമായിട്ട് 32,000 കിലോമീറ്റർ ആയിട്ടാണ് നമ്മൾ ആദ്യമായി നമ്മുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ചെത്തി പോകാത്തതുകൊണ്ടായിരുന്നു നമ്മളങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഒരു 2,000 കിലോമീറ്റർ ആയിട്ട് ചെത്തുണ്ടെന്നുള്ളത് കറക്റ്റ് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കറക്റ്റ് ചോദിച്ചു നോക്കാം. അയ്യോ, ഇതെങ്ങനെ ഇവിടെ വരഞ്ഞു? ഇവിടെ ഒരു ഒരിച്ചിൽ ഈശ്വരാ, എവിടെ നിന്നൊക്കെ ഒരയണേന്നുള്ളത് മനസ്സിലാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരയണേ, എവിടെയാണ് ഒരയണേന്നുള്ളതൊന്നും കാണുന്നില്ല. വണ്ടിയെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി ആരെങ്കിലും കൊണ്ട് വരച്ച് പോകണതാണെന്ന് അറിയില്ല. നമ്മൾ കണ്ടിട്ടില്ല ഒരഞ്ഞത്. ഇതേ നോക്കി, അവിടെ ഒരു ഒരച്ചിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഈ വണ്ടിയില്ലേ മാഷേ, ഈ വണ്ടിയെ ഇപ്പോൾ 32,000 കിലോമീറ്ററായി. ഇത് ഞാൻ ടയർ മാറ്റിയതാട്ടോ. ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ കിടന്ന ടയർ ഞാൻ ഒരു 2 ദിവസം മുന്നേ എടുത്ത് മാറ്റിയിട്ടതാ. ആളത് അയച്ചെടുക്കട്ടെ, എന്നിട്ട് ചോദിക്കാം. കറക്റ്റ് വിശദമായ വിവരങ്ങൾ നമുക്കിപ്പോൾ ഇത് ചെയ്യാം. അയ്യോ നോക്കിയേ, പെരിങ്ങാവ് ജംഗ്ഷനിലെ ബ്ലോക്ക് ഇവിടം വരെയായിട്ട്. അവിടെ എല്ലാ വണ്ടികളും തോന്നിയ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് എന്നും ബ്ലോക്ക് തന്നെയാണ്. ദേവമാത വരെയായി ആ ബ്ലോക്ക്. ഇത് കുറച്ച് ചെത്തിപ്പോയപ്പോഴാണ് ഞാൻ എടുത്ത് വെച്ചത്. കാണിച്ചു തരാം. ചെത്തിപ്പോയില്ലേ? ഇതെവിടെയാണ് കിടന്നതെന്നറിയോ? ഫ്രണ്ട് റൈറ്റ് വീല് ഒരാഴ്ച മുന്നെയാണ് കേട്ടോ ഞാനിത് എടുത്ത് മാറ്റിയിട്ടത്. അപ്പുറത്തെ സൈഡിൽ പക്ഷേ ഇന്നറല്ല, ഔട്ടറാണ് ചെത്തിയേക്കണത്. എന്താ 2 വീലും 2 സൈഡ് അങ്ങനെയാണ് ചെത്തുക. 2ൻ്റെ ഇന്നറല്ലേ? ലെഫ്റ്റ് സൈഡ് ബാക്ക് ആ സൈഡ് ഇന്നറാണ് പോവുക. ഓ അങ്ങനെയാണ്. അത് റോഡിൻ്റെ കിടപ്പനുസരിച്ചിട്ടാണെന്നുണ്ടല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്കിൽ കിടക്കുന്ന ടയർ നേരെ ഫ്രണ്ടിലേക്ക് അങ്ങനെയായിട്ട് റൊട്ടേഷൻ ചെയ്ത് തരുന്നത്.
ക്രോസ് റൊട്ടേഷൻ പോണത്. ഇവിടെ ഔട്ടർ ചെയ്തു ഇത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇന്നർ പിടിച്ച് വെച്ചു. അല്ലാണ്ട് മറിച്ച് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് മറിച്ചിറക്കണ്ടേ, ഇവിടെ ഔട്ടർ ചെയ്ത് ഈ വണ്ടിയുടെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും ചെത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ചെറുതായിട്ട് ചെത്താൻ തുടങ്ങിയപ്പോൾ മുതൽ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അതെടുത്ത് ഇത് ഔട്ടറ ചെത്തുക എന്ന് പറയുമ്പോൾ ഇത് ഇന്നറ ചെത്തുക എന്ന് പറയുമ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടേണ്ടി വരും. എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ, നോക്കിയിട്ട് ആളുടെ ഐഡിയ പോലെ ചെയ്യാം. ഇതുവരെ മറ്റേ ബാലൻസിങ്ങും ചെയ്തിട്ടില്ല കേട്ടോ, അലൈൻമെൻറ്റും ചെയ്തിട്ടില്ല കേട്ടോ. 30 വരെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തിട്ട് ഇനി 60,000 വരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ അതേപോലെ ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഈ ടയർ 60 കിട്ടില്ലേ? 50 കിട്ടും. എൻ്റെ ഒരു കൂട്ടുകാരന് 80 കിട്ടിയെന്നേ. അതെ, അലൈൻമെൻറ്റ് നോക്കിയാൽ കിട്ടും. അലൈൻമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ 80 കിട്ടും എന്നാണ് പറയണത്. സംഭവം നമ്മൾ അലൈൻമെൻറ്റ് നോക്കാത്തത് കൊണ്ടാണോ ഇനി കിട്ടാത്തതെന്നുള്ളത് അറിയില്ല. അല്ല, നമ്മൾ മറ്റേ വണ്ടിയുടെയൊക്കെ കറക്റ്റ് 5000 നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതങ്ങനെ 5000 ഇതേ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ചെയ്യാത്തത് കൊണ്ട്. ഇനിയിപ്പോൾ സാധാരണ കണ്ടീഷനിൽ 50 കിട്ടും എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 32 ആയില്ലേ. എങ്ങനെ പോയിപ്പോൾ പകുതിയുടെ ഇതിപ്പോൾ എത്രയായിട്ടും ശരിക്കും ഒരു പകുതിയൊക്കെയല്ലേ ആയിട്ടുള്ളൂ. അതെ, ഈ സാധനം ഒപ്പത്തിനൊപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫുള്ളെന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ ഡെപ്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ടയർ ഇനിയൊരു ഇപ്പോൾ 30-30 20 കൂടി ഓടിയാലും 50 60 ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല. 50 ഓടിയാൽ തന്നെ കാശ് മുതലായി. കഴിയേ വെറുതെ വല്ലതും പറഞ്ഞോളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നൂൽക്കമ്പിമിട്ട് ഓടിച്ച് ഫുള്ള് ക്ലീനാക്കും. അല്ലാണ്ട് ജാക്കിയായിരുന്നു ഇത്. വീട്ടിലെ ജാക്കിയാണെങ്കിൽ ഓരോന്ന് നമ്മൾ പൊക്കണം. ഇതാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൊന്തിക്കോളൂ കേട്ടോ. ഇതിനിപ്പോൾ വണ്ടി പോണ കാരണം ശബ്ദം കാരണം ക്ലിയർ ആവില്ല കേട്ടോ. ശബ്ദമൊക്കെ നമ്മൾ പറയുന്ന ശബ്ദമൊക്കെ ഓളിയിട്ട് സംസാരിക്കേണ്ടി വരും. 4 വീല് ഒരുമിച്ച് അഴിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യാം. ശരിക്കും വീലഴിക്കണ സമയമാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഡ് ഗാർഡിൻ്റെ അടിവശമൊക്കെ ഇല്ലേ, ഏതാ ബാക്കിൽ ഇത് CNG ഉള്ളത് കൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ടാങ്കിൽ എപ്പോഴും ഒരു 1/4 ഭാഗം പെട്രോൾ മതിയില്ലേ? ആരെയാക്കി കൊണ്ടു കിടക്കണ്ട അല്ലേ? ഫുള്ളടിക്കണം, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെട്രോൾ സ്റ്റാർട്ടിങ്ങിന് മാത്രമല്ലേ ആവശ്യമുള്ളൂ. രണ്ടും ഉണ്ടെന്നല്ലേ? 10 കിലോയേ ഉള്ളൂ. 10 കിലോയും പിന്നെ ടാങ്കിൻ്റെ വെയിറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? 8 കിലോ കൊള്ളത്തുള്ളൂ. അതെ, പിന്നെ ടാങ്കിൻ്റെ അത് ശരിയാ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സാധാരണ വണ്ടികൾക്ക് കിട്ടുന്ന അത്ര ചിലപ്പോൾ കിട്ടില്ല. നമ്മുടെ സ്വിഫ്റ്റ് 30 കിട്ടിയിട്ടില്ല. പക്ഷെ അത് നമ്മൾ അടിച്ച് പൊളിച്ച് തീർത്തിട്ടുള്ളതാണ് കേട്ടോ. വെറുതെ കറക്കിയിട്ടും വലിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ തീർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് നമുക്ക് അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്തായാലും ഒരു 10-60,000 കിലോമീറ്റർ കിട്ടും എന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, ഇതിൽ ഫുൾ ടാങ്ക് പെട്രോളൊന്നും ആയിട്ട് നടക്കേണ്ട. ആ വെയിറ്റ് കൂടി നമ്മൾ ഏറ്റി നടക്കേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ പെട്രോളിലും കൂടിയിട്ട് പകുതി ഓടുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ടിലത്തെ ടയറേ പെട്ടെന്ന് അഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അധികം ടൈറ്റ് ചെയ്തിട്ടില്ല, വീലൊന്നും അധികം ടൈറ്റ് ചെയ്തിട്ടില്ല. എന്ന് പെട്ടെന്ന് അഴിഞ്ഞ് കിട്ടാൻ വേണ്ടി. നമുക്ക് പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ടൈറ്റ് ചെയ്ത് അഴിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് ഇതെങ്ങനെയാണ് അവസ്ഥ? ഓരോന്ന് നോക്കി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. ഇത് ബാക്കിൽ നിന്ന് അയച്ചതാണ്. ബാക്കിൽ നിന്ന് അയച്ചിട്ടുള്ളതിൻ്റെയും ഔട്ടർ ചെത്തിയുണ്ട്. ബാക്കിൽ നിന്ന് ഈ സൈഡ് ഔട്ടർ. ഇനി ഇതിൻ്റെ എവിടെയാണ് ചെത്തിയിട്ടുള്ളത്? ഈ ബാക്കിൽ കിടക്കുന്ന 2 ടയറിൻ്റെ ഔട്ടർ തന്നെയാണല്ലോ ചെത്തിയിട്ടുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളതിൽ വ്യത്യാസം ഉണ്ടല്ലോ. ആ സൈഡ് ഇന്നറ ചെത്തുകയെന്ന് പറഞ്ഞു, പക്ഷേ ഇന്നറല്ല, ഇതിൻ്റെ ഔട്ടറാണ് ചെത്തിയിട്ടുള്ളത്. ഒരു ടയറിന് മാത്രമേ ഇപ്പോൾ ഇന്നർ ചെത്തിയിട്ടുള്ളൂ അല്ലേ? ഇതിൻ്റെ ഔട്ടർ തന്നെയല്ലേ ചെത്തിയിട്ടുള്ളത്? അപ്പോൾ ഒറ്റൊരു ടയറിന് മാത്രമേ ഇന്നർ ചെത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഔട്ടർ തന്നെയാണ് ചെത്തിയിട്ടുള്ളത്. ചെത്താന്ന് മീൻസ് ഒരു ചെറിയ തേമാനം അല്ലേ? നോക്കിയേ, ഇത് മാത്രം ഇന്നർ, ബാക്കി ഇത് ഔട്ടർ എല്ലാ ഔട്ടർ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആ സൈഡിൽ നിന്ന് വരെ എടുക്കാനില്ലേ?
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ നമുക്ക് കഴിഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞ നിലയ്ക്ക് ഈ സൈഡിലുള്ള എൻ്റെ രണ്ടിൻ്റെയും ഇന്നറ ചെത്താന്ന് പറഞ്ഞു, പക്ഷേ ഇന്നറല്ല ചെത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സാധനം കൊണ്ട് ഊരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇഷ്ട ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ഉള്ളൊരു കുഞ്ഞ് സാധനമാണ് കേട്ടോ. ബാക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ പിടുത്തൊക്കെ തീരെ കുറവാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ മറ്റെന്താ പറയുക ഡിസ്ക് ബ്രേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യണത്. ബ്രേക്ക് ശരിക്കും കിട്ടണത്. ബ്രേക്കിനൊന്നും ഒരു കുറവൊന്നുമില്ല കേട്ടോ, എത്ര ചെറുതാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ ഈ സാധനമൊക്കെ 1,00,000 കിലോമീറ്റർ വരെ ഇവിടുത്തെ ബ്രേക്ക് പാഡൊക്കെ കിട്ടും, 1-1.5 വരെ കിട്ടും. പക്ഷേ ഫ്രണ്ടിലത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 കിട്ടാറുള്ളത് ചില വണ്ടിക്ക് കൂടുതൽ കിട്ടും കേട്ടോ. ഷോക്ക് അബ്സറും കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല, അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ അയച്ചു വെക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ക്ലീനായിട്ട് വണ്ടിയുടെ അടിവശത്തൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് കണ്ട് അടിവശമൊക്കെ ക്ലീനായിട്ട് കഴുകി വണ്ടി ആക്കാനായിട്ട് പറ്റും. ഞാൻ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഇതിൻ്റെ അടിയിലൊക്കെ കയറി നോക്കാറുണ്ട്, വല്ലയിടത്തും ഒരയാറുണ്ടോ, തട്ടാറുണ്ടോ, മുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു വയറാണ് ഇതിൽ പോണത്. ഇത് എന്തിൻ്റെ വയറാണിത്? ബ്രേക്കിൻ്റെ ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഉള്ളിലൊരു സിഗ്നൽ ലൈറ്റ് കത്തില്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഷോക്ക് അബ്സോർബ് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കോയിൽ സ്പ്രിങ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതൊക്കെ ടയർ എവിടേക്കൊക്കെ ഇടണമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇനി ഫ്രണ്ടിലത്തെ അതുപോലെ തന്നെ നമ്മുടെ ലൈനർ തീരാറായിട്ടുണ്ടോ? ലൈനർ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു ഗ്യാപ്പില്ലേ, ഇത് അടുത്ത് മാക്സിമം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തിക്നെസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ തിക്നെസ് വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നോക്കി ഈ ഗ്യാപ്പ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഗ്യാപ്പ് ആയിട്ടില്ല, എന്നാലൊരു 10 ഓടുമെന്ന് വിചാരിക്കാം നമുക്ക്. പിന്നെ നമ്മളുടെ ബെൻസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ഇത്, അതുപോലെ തന്നെ ഈ കാണുന്ന ലോവർ ആമിൻ്റെ ബുഷ്, അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ കാണുന്ന ബുഷുകൾ, അതുപോലെ അങ്ങനെയുള്ള ബുഷുകളൊക്കെ ഡ്രൈ ആയിട്ട് മെൽറ്റായിട്ട് പൊട്ടിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ കടകടാന്നുള്ള ചെറിയ അടിയൊക്കെ വരുന്നത്. പിന്നെ കോയിൽ സ്പ്രിങ് ഒക്കെ വലിയ കട്ടറിൽ ഇങ്ങനെ ചാടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പ്രശ്നമാവും. ഇപ്പം നിലവിൽ നമ്മളുടെ വണ്ടികൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇതേവരെ വന്നിട്ടില്ല. ലൈനിങ് ചെറിയ പിടുത്തുണ്ട് അല്ലേ, പൊടിയുണ്ട് ഇതുണ്ട്. പിന്നെ പൊടി വരാൻ പാടില്ല, അപ്പോൾ ഒരു കര എന്നുള്ളൊരു ശബ്ദം വരും. അപ്പോൾ സാധാരണ നമ്മൾ ഇതടിച്ച് കഴുകുന്ന സമയത്ത് നമ്മളുടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അടിക്കും, അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. സാധാരണഗതിക്ക് സൗണ്ടോ കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഈ മഡ് ഗാർഡിൻ്റെ അടി കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ പൈപ്പ് ഇട്ടിട്ട് കൈ വരച്ച് കഴുകുക ചെയ്ത് അവിടെ ചെളിയിരിക്കണേണ്ട, അടിച്ച് കഴുകിയിട്ടില്ല. ഇനി ഓരോ വീലും ഇതേപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് ഇതിൽ ഡീസലോ എന്തെങ്കിലും ഇട്ട് അതിൻ്റെ ചെളിയൊക്കെ മെൽറ്റായതിന് ശേഷം സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് മഡ് ഗാർഡ് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യില്ലേ, അതേപോലെ ക്ലീനായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം, വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ സൈഡിലെ ലൈനർ വലിയ കുഴപ്പമില്ല. ഇനി അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കി നോക്കാം. ഇപ്പുറത്തെ സൈഡിലെ ലൈനർ, 2 ലൈനറും ഒരേപോലെ തന്നെയാണ് ചെയ്യുക. കണ്ടോ, എന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് വരുള്ളൂ. ഇതും വലിയ കാര്യത്തിൽ ആയിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ചും കൂടിയും പോവും. പിന്നെ നമ്മുടെ ദൈവം മടങ്ങിയിരിക്കുന്ന മഡ് ഗാർഡ് കണ്ടില്ലേ, ഇത് കണ്ടു, ഈ ഒരു സാധനം തട്ടിയിട്ടൊന്ന് മടങ്ങി പോയിട്ടുള്ളതുകൊണ്ട് ഇതേവരെ നമ്മൾ ശരിയാക്കിയിട്ടില്ല. ഇത് വേണമെങ്കിൽ ശരിയാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയായി, നമുക്ക് തന്നെ ശരിയാക്കാം. കണ്ടില്ലേ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, പിന്നെ ഇവിടെ നിന്ന് കൈയിട്ടിട്ട് ഇവിടെയും കൂടി ശരിയാക്കാം. ഈ ക്യാമറ കൂടി പിടിക്കുന്നതുകൊണ്ട് അതൊന്ന് ശരിയാക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കൈയിട്ട് കുറച്ചങ്ങോട്ട് തിക്കിയപ്പോൾ ഇതങ്ങോട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലത്, ഇവിടെ ഫുള്ളും ക്ലിയറായി. ആ ഞളങ്ങിയിരുന്നൊക്കെ പോയി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഒന്ന് തുടച്ച് നോക്കി നോക്കട്ടെ. ഇതിട്ടിട്ട് നമ്മുടെ വേസ്റ്റ് ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ശരിയാവും. ഈ വീട്ടിൽ ചെന്നിട്ട് പെയിൻറ്റ് പോയോടത്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി. കുറച്ച് വെള്ളം നോക്കിയിട്ട് ഒന്ന് ആക്കി നോട്ടെ, എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാമല്ലോ. ഇത് വെള്ളമാക്കി ഇവിടെ കല്ലെന്ന് ഒരഞ്ഞിട്ടുള്ള എൻ്റെ ചെറുതായിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്യാം, പ്രശ്നമുള്ള കേസല്ല. വീട്ടിൽ പെയിൻറ്റ് ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ തട്ടിയത് അറിയും. അന്ന് ഇനി ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിയത് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു സംഭവം.
കുഴപ്പമില്ല. എന്നാലും ഒരുവിധം ഓക്കെ ആയി കേട്ടോ. മതി, ഇത്ര ഭംഗിയായാൽ മതി. ഇപ്പം ഉള്ളിലേക്ക് മടങ്ങി ഇരുന്ന് ഓക്കെ ആയിക്കോ എന്തായാലും. തലക്കാലത്തേക്ക് ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ അത് ചെറിയ രീതിയിൽ ഭംഗിയായി കഴിച്ചിട്ടുണ്ടില്ലേ. നമ്മൾ പറഞ്ഞതിലൊരു ചെറിയ വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ചുല്ലോ. അതായത് നമ്മൾ പറഞ്ഞത് എല്ലാ വീലിൻ്റെയും അപ്പുറത്തെ റൈറ്റ് സൈഡിലെ 2 വീലിൻ്റെ ഉള്ളു സൈഡും അതുപോലെ തന്നെ എന്താ പറയുക ലെഫ്റ്റ് സൈഡ് 2 വീല് പുറം ചെത്തുകയെന്ന് പറഞ്ഞേ. പക്ഷേ ഇതിൻ്റെ ഒരു വീല് മാത്രമേ ഉള്ളു ചെത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പുറം ചെത്തിയിട്ടുള്ള. റൊട്ടേഷൻ ചെയ്യാറുണ്ട്. റൊട്ടേഷൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം മാത്രം അപ്പോൾ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ലേ. ആ ഒരു റൊട്ടേഷൻ മാത്രം കറക്റ്റായി ഉണ്ടാവില്ല, അതാണ് അങ്ങനെ വന്നത്. അപ്പോൾ ചെത്തിയിട്ടുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണല്ലോ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നോക്കിയാൽ ഇന്നലത്തെ ഒരു ഓട്ടം മഴയത്തേക്കുള്ള ഓട്ടമായിരുന്നു. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ വാടാനപ്പള്ളി 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോയി വന്നപ്പോൾ കിട്ടിയ ചെളിയാണ്. അത് കഴിഞ്ഞ ശേഷം കഴുകിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം കഴുകാമെന്ന് വിചാരിക്കുകയും ചെയ്തു. സംഭവം യാത്രയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനൊന്നും യാതൊരു സുഖക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം. ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ്, അയ്യോ ഇത് പേസ്റ്റ് ഇട്ടാൽ പോകുന്നു തോന്നണില്ല. നോക്കേ, പോണ്ട് അല്ല, നഖം കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പോകണുണ്ട്. അപ്പോൾ സാധാരണ ഒരു പേസ്റ്റ് ഉണ്ട്, പല്ല് തേക്കുന്ന പേസ്റ്റ്, അതിങ്ങനെ വരയ്ക്കും. നമ്മൾ വരച്ചിട്ട് പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പോകട്ടോ. അല്ലാണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എവിടെ കൊണ്ടുപോയി ഒന്നും ചെയ്യേണ്ട. അതുപോലെ ഇവിടെ ഫ്രണ്ടിലത്തെ എന്താ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫ്രണ്ടിൽ വന്ന സംഭവം നമുക്ക് അങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിൻറ്റ് പോയി ഓൾറെഡി കോറിയിട്ട് അതന്നെയല്ല ഞളക്കമുണ്ട്. അപ്പോൾ ഇത് ശരിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കിയിട്ട് തട്ടി ശരിയാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ പെയിൻറ്റ് മൊത്തം പൊളിഞ്ഞു. അപ്പോൾ രണ്ടാമത് ഈ സംഭവം ഇവിടെ പെയിൻറ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ചെറുതായിട്ട് കോറിയുണ്ട്. ഈ 2 സ്ഥലത്താണ് നമ്മളുടെ പെയിൻ്റ് ഒന്നും ഇത് ചെയ്യാവുന്നത് സംഭവം. എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ ഒരുവിധം ശരി. നമ്മൾ ഈ ടയർ അയച്ചിട്ട് വീട്ടിൽ വെച്ച് തന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ഇത് ശരിയാക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തട്ടുമുട്ട് ഇതങ്ങോട്ട് മാറി കിട്ടില്ല. അപ്പോൾ ഇതൊന്നും നോക്കി പറ്റുകയാണെങ്കിൽ ശരിയാക്കണം. നമ്മുടെ ടയറുകളൊക്കെ അതുപോലെ തന്നെ വീൽ ബാലൻസിങ്, എല്ലാ ടയറും വീൽ ബാലൻസ് ചെയ്യണല്ലേ. മറിച്ച് നിറയ്ക്കണ്ടെന്നല്ലേ പറയണേ? ഒരെണ്ണം മറിച്ച് നിറയ്ക്കണം അല്ലേ? ഔട്ടർ ചെത്തണത് ഒരെണ്ണം മാത്രം മറിച്ച് നിറയ്ക്കണം. ഓക്കെ. ഫ്രണ്ടിൽ നമുക്ക് ഏതാ? ഫ്രണ്ടിൽ നമുക്ക് ടയറോടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ അത് മാത്രം ചെയ്യണമെന്നല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? ഔട്ടർ ഈ സൈഡ് കിടന്ന് വീൽ ഔട്ടർ കൂടുതൽ. അപ്പോൾ എന്തായാലും അത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് എന്തായാലും മാക്സിമം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അടിപൊളിയാക്കാം. അപ്പോൾ ഈ ഒരു ടയർ ഫ്രണ്ടിലേക്ക് ഇടുന്നത് 2 സൈഡ് തീരെ ചെത്തൽ ഇല്ലാത്ത ഇത് എവിടെ കിടന്ന ടയറായിരുന്നു? ബാക്കായിരുന്നോ? ഫ്രണ്ട് റൈറ്റിൽ കിടന്നത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പിനായിട്ട് ഉണ്ടായിരുന്ന ടയറാണ്. അത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടു, അത് ഇങ്ങോട്ട് തിരിച്ചിട്ടു. ഇത് സ്റ്റെപ്പിനായിട്ട് ഇരിക്കുകയായിരുന്നു. ഇതൊരു 10,000 കിലോമീറ്ററായിട്ട് അനക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം റൊട്ടേഷൻ ചെയ്ത് എടുത്തു വെച്ചാൽ 2ാം പ്രാവശ്യം റൊട്ടേഷൻ ചെയ്തപ്പോൾ പറഞ്ഞു അത് എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ. അതാണ് ഉണ്ടായത്. അപ്പോൾ ഈ ടയറിന് ഏറ്റവും അധികം കട്ട അല്ലേ? അപ്പോൾ ഏറ്റവും കട്ടയുള്ള ടയർ ഏറ്റവും ടയറിലായിട്ട് ഇട്ടു. ബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു ഭംഗിയാക്കി അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ അതുപോലെ നമ്മളുടെ ഓരോ ടയറും അയച്ചെടുത്ത് ബാലൻസിങ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് ഇടാനുള്ളതാണ്. ഇതിവിടെ നമ്മൾ എന്താ പറയുക ബാലൻസിങ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ, റൊട്ടേഷനും വേണ്ടിയിട്ട്. തൊട്ടപ്പുറത്ത് ആ മെഷീനിലാണ് നമ്മൾ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. ഇതും ടൈറ്റ് ചെയ്ത് ഇത് ഇട്ടു. അവിടെ ഏതാണ് വന്നിട്ടുള്ള ഇവിടെ നിലവിൽ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊന്ന് നോക്കി വെക്കേണ്ട കാര്യം, ഈ സൈഡിൽ ഇട്ടിട്ടുള്ള ടയർ ഉണ്ടല്ലോ, പുറത്ത് ഇട്ടപ്പോൾ തന്നെ ഈ പുറം വശം ഉണ്ടല്ലോ, പുറം വശം കുറച്ച് ചെത്തിയിട്ടുള്ള ടയറാണ് നിലവിൽ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സൈഡാണ് ചെത്തിപ്പോണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയാണ് കൂടുതൽ പ്രശ്നം. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കണം. ഇതിലിപ്പോൾ കൂടുതൽ തേയ്മാനം വന്നിട്ടുള്ള ഭാഗം ഇവിടെ പുറത്താണ് നിൽക്കുന്നത്. ഈ 32,000 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ ടയർ റൊട്ടേഷനും ചെയ്ത സമയത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം ചെത്താത്ത ഭാഗവും ഈ വശം കൂടുതൽ തേയ്മാനം വന്നിട്ടുള്ളത്. ഔട്ടറാണ് കൂടുതൽ തേയ്മാനം വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് മുന്നേ
ആദ്യത്തെ ടയറിൻ്റെ ഇന്നറായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ കൂടുതൽ ഇനിയിപ്പോൾ ഇത് എന്തായാലും കറക്റ്റായിട്ട് തയ്യുക, എന്നാൽ കൂടിയും ആ സൈഡ് കുറച്ച് ചെത്തിപ്പോയാലും ഇതും തുല്യമാവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയും ഓക്കെയാണ്. ബാക്കിലത്തെ നമ്മളുടെ ഐഡിയയിൽ കിട്ടിയപ്പോൾ 2 കിട്ടിയിപ്പോൾ ബാക്കിൽ ഒരെണ്ണം ബാക്കിൽ ഇടാനുള്ളത്. ഇത് സ്റ്റെപ്പിനായിട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. സ്റ്റെപ്പിനായിട്ട് വെക്കാനുള്ളതാണ് കൂടുതൽ നമ്മളുടെ ഇവിടെ ചെത്തി പോയിട്ടുള്ളത്. ഞാൻ സ്റ്റെപ്പിന് വെച്ച ടയർ തന്നെയാണ് അപ്പോൾ സ്റ്റെപ്പിനായിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ ഇവിടെ ചെത്തിയിട്ടുള്ളത് ഈ ഒരു ടയറാണ് ശരിക്കും പറഞ്ഞാൽ ചെത്തിയിട്ടുള്ളൂ കേട്ടോ. വേറെ ഒറ്റ ടയറിന് ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള ടയർ ഒരു ചെറുതായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മറച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിൻ്റെ ഈ ട്യൂബ് വെക്കണ സ്ഥലമൊന്നും മെൽറ്റായിട്ടൊന്നുമില്ലല്ലോ. ട്യൂബല്ല ഞാൻ പറയണത്, മറ്റേ എയർ അടിക്കണ നെക്ക് വെക്കണ സ്ഥലം. കഴിഞ്ഞ ദിവസം ബെൻസിൻ്റെ കൊണ്ടുവന്നിട്ട് നെക്ക് മെൽറ്റായി പോയി. അപ്പോൾ എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞു അതിൻ്റെ എല്ലാ നെക്കും മാറ്റണമെന്ന്. അങ്ങനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? അത് കേടാവുമ്പോൾ മാത്രം മതിയോ? എല്ലാം മെൽറ്റാവുന്നല്ലേ? അപ്പോൾ നോക്കിയിട്ട് അടുത്ത ദിവസം വരുമ്പോൾ എല്ലാം മാറ്റാം നമുക്ക്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൻ്റെ ശരിയാക്കി പോവാം. ഇതിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് ടയർ കഴിയണവരെ അത് തന്നെ മതിയാവും അല്ലേ? പഴക്കം ചെല്ലുമ്പോഴാണ് 2-3 വർഷമൊക്കെ അധികം ഓടാണ്ട് കിടന്നിട്ട് കുറച്ചൊക്കെ ഓട്ടമുള്ള വണ്ടിയുടെയാണ് ടയറിൻ്റെ ആ നെക്ക് മെൽറ്റായിട്ട് നമുക്ക് പ്രശ്നം വരിക. നമ്മളെല്ലാ ടയറിലും 32 ടയർ വെക്കുന്നത്. നമ്മൾ ഒരു 5000 കിലോമീറ്ററൊക്കെ ആവണ സമയത്ത് നമുക്ക് എയർ ഒരു 26-28 ആ രീതിയിലാവും നമ്മളുടെ എയർ കുറഞ്ഞിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് എയർ ചെക്ക് ചെയ്യണം നമ്മുടെ ടയറുകളിലൊക്കെ. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടും, അതുപോലെ തന്നെ ടയർ ലൈഫും കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ 2000-2000 എയർ നമ്മൾ ചെക്കപ്പ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഡീസൽ അടിക്കാൻ ചെല്ലുന്ന പമ്പുകളിൽ നമ്മൾ എയർ ചെക്ക് ചെയ്തു. അവിടുത്തെ എയർ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ഇങ്ങനത്തെ സാധാ സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മൾ ടയർ കടയിൽ വന്നിട്ട് എയർ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ചെറിയ വേരിയേഷൻ പലപ്പോഴും വരാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടുന്ന് 32 അടിച്ച് വന്നിട്ട് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ടയർ കടയിൽ പോയിട്ട് എയർ ചെക്ക് ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിരിക്കും. മറ്റൊന്ന് കറക്റ്റാണോ അല്ലെന്ന് അറിയില്ല. എന്നോട് 2 പേര് പറഞ്ഞു, എനിക്ക് ആ അനുഭവം ഇല്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അതായത് ടയർ കടക്കാർ അവർക്ക് എയർ അടിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നുള്ളത് അറിയില്ല. ഞാൻ എന്നോടൊന്ന് ചോദിച്ചു നോക്കിയോട്ടെ. അപ്പോൾ അറിയാം നമുക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ എയർ അടിക്കില്ലേ പമ്പിൽ പോയിട്ട്, ഈ പമ്പിൽ പോയിട്ട് എയർ അടിക്കുന്ന സമയത്ത് അവിടുത്തെ എയറിൻ്റെ മെഷീനിൽ കാണിക്കണ ഈ 35 ഇപ്പോൾ കാണിക്കില്ലേ, അത് നമ്മൾ അടിച്ച് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നോക്കിയാലും 35 തന്നെയാവും. വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? അല്ലെങ്കിൽ 2 പോയിന്റ് വ്യത്യാസം വരും. 2 പോയിന്റ് വ്യത്യാസം വരും. കൂടുതലോ കുറവാവാം, ചിലപ്പം കൂടുതൽ വരും, ചിലപ്പം. അതായത് ഈ കമ്പനി മെഷീനായിരിക്കണം എവിടെ ആയാലും തന്നെ 2 പോയിന്റ്. അതെ അല്ലേ? പിന്നെ കറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ട് നടക്കണം. അപ്പോൾ അത് പറഞ്ഞത് റെഡി തന്നെയാണ്. അപ്പോൾ 2 പോയിന്റ് വ്യത്യാസം കാണിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നോലെ എല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യുക. അല്ലാണ്ട് 2 ടയർ അവിടെ 2 ടയർ കൂടി ആയിട്ടൊന്നും എയർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 4 സ്ഥലത്തും ഒരേപോലെ ചെക്ക് ചെയ്ത് ഒരേപോലെ അടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ അങ്ങനെ 4 ടയറും ഫിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി സ്റ്റെപ്പിനി ടയർ എടുത്ത് വെച്ച് ഇനി ഇത് വീൽ ബാലൻസിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നോ? എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. അതല്ലേ? അല്ല, ഞാൻ മാക്സിമം ചെത്തി പോവാണ്ട് എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാ. വ്യത്യാസം വരും അല്ലേ? പിന്നെ റബ്ബറിന്റെ ടയറിന്റെ ഇതിന്റെ അനുസരിച്ചാണ് വീൽ ബാലൻസിംഗ് ഓടി കഴിയുമ്പോൾ വീണ്ടും വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വൈബ്രേഷൻ കുറവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. അല്ല നമ്മൾ ഇപ്പം ചെയ്തിട്ട് ഒരു 2000 ഓടിയിട്ടൊന്നും വീണ്ടും വ്യത്യാസം കണ്ടു. അപ്പം ഈ റബ്ബറിന്റെ തേമാനം അനുസരിച്ച് വ്യത്യാസം. അപ്പം ഞാൻ ഇത്ര നാൾ ശരിക്കും പറഞ്ഞാൽ അലൈൻമെന്റ് ചെയ്യാണ്ട് ഓടിച്ചത് വിഡ്ഢിത്തരായിരുന്നോ? പിന്നെ അതെ അല്ലേ? ഞാനത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കായിരുന്നു. അതില്ല 20,000 രൂപയുടെ തേമാനൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇതിപ്പോ 80,000 നമ്മളെ വണ്ടി തന്നെ കൂട്ടുകാരൻ്റെ 80,000 ഓടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് പിന്നെ എത്ര ഓടും? ഇതിപ്പോ 32 എങ്ങനെ? ഇത് പകുതിയല്ല ആയിട്ടുള്ളൂ. 20 കൂടി ഓടിയാ അപ്പം 50 80. ശരിയാ, ശരിയാണ് അല്ലേ? അത്രമാത്രം ചെത്തിണ്ടോ? ഈ ഒരു ടയറാണ് ഞാൻ നോക്കാണ്ട് വിഡ്ഢിത്തരായി പോയത് കേട്ടോ. ഈ ഒരു ടയറാണ് ശരിക്കും ഉള്ള 3700 കളഞ്ഞില്ലേ? അത് ശരിയാ. അതിന് സ്റ്റെപ്പിനായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ എന്നല്ലേ?
അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 3000 രൂപ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും 5000 കിലോമീറ്റർ ആകുമ്പോൾ വീൽ ബാലൻസിങ് അലൈൻമെൻ്റ് ഒക്കെ നോക്കിക്കോളാം. ഞാൻ ഓരോ കാര്യങ്ങൾ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചിട്ട് ഇനിയിപ്പോൾ അത് ഫോളോ ചെയ്യരുതായിരുന്നു. നമ്മൾ കാശ് ചിലവ് കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അടുത്ത കാശ് പോണ വഴി ഇങ്ങനെയാണ്. അല്ല ഇപ്പോൾ പ്രശ്നമില്ല, എന്തായാലും നമുക്ക് ഓടി കിട്ടായിക്കൊന്നുമില്ല, കുറച്ച് കൂടിയൊക്കെ അങ്ങനെ പൊക്കോളൂ കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എനിക്ക് അതുപോലെ തന്നെ നമ്മളെ ഔട്ടർ തേഞ്ഞിട്ടുള്ള ടയർ വീണ്ടും ഔട്ടർ ആകുമ്പോൾ അത് ചെത്തി ഇനിയിപ്പോൾ അങ്ങനെ തേഞ്ഞ് പോകുമെന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. എനിക്കിത് മാത്രമേ ഡൗട്ടുള്ളൂ. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് ബാക്കിയുള്ള ടയറിൻ്റെ ഒക്കെ ഔട്ടറാണ് ചെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇന്നറാണ് ചെത്തേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഈ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഔട്ടറാണ് ചെത്തി പോയിട്ടുള്ളത് ഈ ടയറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നോക്കി നോക്കാം. എന്തായാലും നോക്കാൻ പ്രശ്നമൊന്നുമില്ല. അതേ ഇവിടെ ഇതേപോലെ തന്നെ എവിടെയോ കൊളത്തി വലിച്ചെന്നു തോന്നുന്നു. കണ്ടോ, ഒരു ചെറിയ ഗ്യാപ്പ് വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇതൊന്നും അറിയുന്നില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ കേസ്. ഇത് എവിടെയെങ്കിലും വണ്ടി കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് പോരുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എവിടെ ഇതെനിക്ക് വന്ന് ഏതെങ്കിലും സ്കൂട്ടറുകാരുടെ ഫുഡ് റെസ്റ്റ് എന്തെങ്കിലും അറിഞ്ഞതാവണം, അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ല. ഇതിൻ്റെയും ചെറുതായിട്ട് ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ചേർന്ന് പോകുമ്പോഴേ വണ്ടികൾ ചേർന്ന് പോകുമ്പോൾ അവരുടെ ഫുഡ് റെസ്റ്റ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയില്ലല്ലോ. അതാണ് പ്രശ്നം. പിന്നെ സ്ഥിരമായിട്ട് ഈ ടൗണിൻ്റെ ഉള്ളിൽ ഫുൾ തിരക്കിൻ്റെ ഉള്ളിൽ കൂടി അല്ലേ. അതെ അല്ലേ. അല്ല, ഞാൻ വിചാരിച്ച വല്ല ബ്ലോക്കിൻ്റെ ഉള്ളിലെങ്ങനെ ബൈക്കുകാർ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അതായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അറിയില്ല. അതൊക്കെ ഒരഞ്ഞതാവുന്നു അല്ലേ. ഇനിയിപ്പോൾ ഈ ടയർ കഴുകിയിട്ട് എടുത്ത് വെക്കണം ഞാൻ വീട്ടിൽ ചെന്നിട്ട്, ഒന്നും ചെയ്യണ്ട അല്ലേ. അപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് കഴുകണതിൻ്റെ ഒപ്പം ഈ ടയറൊന്ന് ഭംഗിയായിട്ട് കഴുകിയിട്ട് എടുത്ത് വയ്ക്കാം. എപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭംഗിയാക്കാം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ ഈ ടാങ്ക് നമ്മളെന്തായാലും ഗ്യാസിൻ്റെ ടാങ്ക് എപ്പോഴും ഫുള്ളായിരിക്കും. കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫുള്ളാക്കുക അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ പെട്രോളിൻ്റെ ടാങ്ക് അങ്ങനെ ചെയ്യണ്ട എന്നുള്ളതാണ് ഇത്. കാരണം അത്ര വെയിറ്റും നമ്മൾ ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാലി വണ്ടിയാണെങ്കിലും ഒരു 40 കിലോ ബാക്കിൽ ഉള്ള പോലത്തെ ഒരു ഫീല് കിട്ടും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളാം. പെട്രോള് ഒരു ഹാഫിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൻ്റെ മുകളിൽ ഒക്കെ ആയിട്ട് മതി. ഇത് നമ്മുടെ ഗ്യാസ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഫുള്ള് വേണ്ട, സ്റ്റാർട്ടാവുള്ളത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റേ പെട്രോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കാമല്ലോ. അപ്പോൾ ഫുള്ളാക്കി കൊണ്ട് നടക്കേണ്ട എന്നുള്ളതാണ് ഇവരത്. പക്ഷേ സാധാ പെട്രോൾ മാത്രം യൂസ് ചെയ്യുന്ന വണ്ടിയാണ് എപ്പോഴും ഒരു അര ടാങ്കിൻ്റെ മുകളിൽ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ വേണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂൽ പമ്പ് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ ആകുമ്പോൾ. അങ്ങനെ ഓർന്ന വണ്ടികളാകുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർന്നതല്ല, ഇത് ഗ്യാസിൽ ഓർന്നതായതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിന് മാത്രം വരുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ കുഴപ്പം എന്താ പറയുക അങ്ങനെ കാണിക്കുമെന്ന് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊന്നും മാറിയില്ല കേട്ടോ. അതേ വണ്ടികൾ ഇവിടെ മരികളാണ് കുറഞ്ഞിട്ടുള്ളൂ. അവിടേക്കുള്ള തിരക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അവിടെ കണ്ട ബ്ലോക്ക് ഉണ്ട് എപ്പോഴും അതിൽ ബ്ലോക്ക് തന്നെ. അവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോണതിൻ്റെ ബ്ലോക്ക് ആകണ്ട. അവിടെ തിരിയുമ്പോഴാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടാവുന്നത്. എപ്പോഴും ബ്ലോക്കാണ് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വണ്ടിയൊക്കെ ഇപ്പുറത്തേക്കൊക്കെ കയറി പോയിട്ടാണ്. ഈ സൈഡിലൊക്കെ കയറി അങ്ങേ സൈഡിലേക്കൊക്കെ പോവും. ബ്ലോക്ക് വരുമ്പോൾ ഇങ്ങനെ ഏറ്റവും വരെ ബ്ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ടയർ ഇനി റൊട്ടേഷനും എയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബാലൻസിങ് കഴിഞ്ഞു, നേരെ അലൈൻമെൻറ്റിൻ്റെ സ്ഥലത്തേക്ക് കയറ്റുകയാണ്. അലൈൻമെൻറ്റ് കയറ്റേക്കാളും മുന്നേ ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഓടിച്ചു നോക്കിയതിന് ശേഷം ഒക്കെ പെർഫെക്റ്റ് ആക്കും. ഇന്ന് വലിയ തിരക്കില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഒരു റൗണ്ട് ഓടിച്ച് നേരെ കൊണ്ട് നിർത്തി ഇനി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓടിച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീൽ ബാലൻസിങ് ശരിയാക്കാനും അതിനുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോരെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തോ സംഭവം ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് പോറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോരുമോ? ഇത് കറക്റ്റ് ചെയ്താൽ അതുമ്പോൾ കയറ്റി നിർത്താനുള്ളതാണ്. ഇതിന് ഇറങ്ങിയിട്ട് എന്തായാലും നോക്കണം കേട്ടോ. അടിവശമൊക്കെ ഒന്ന് നോക്കണം. ഞാൻ മാറണോ?
ഉണ്ടോ ഇത് കയറി കറക്റ്റായിട്ട് നിൽക്കും. ബാക്ക് പ്രശ്നമില്ല. ശരിക്കും ഇതിന് ഫ്രണ്ടിൽ മാത്രമല്ല ഇവൻ്റെ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാ വണ്ടികൾക്കുമേ ഫ്രണ്ടിൽ മാത്രമാണോ വീൽ അലൈൻമെൻ്റ് ഉള്ളൂ? ഇല്ല ബാക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ്? അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ ഇതേപോലത്തെ ഫ്രണ്ട് റീഡിങ് എടുക്കുമ്പോൾ അതിനകത്ത് ബാക്കും കിട്ടും എന്നല്ലേ? നമുക്കിപ്പോൾ 4 വീലിനില്ല, 2 വീലല്ലേ ഉള്ളൂ? ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ? നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് എനിക്ക് കാണാൻ പറ്റുമോ ഇതെങ്ങനെ ചെയ്യണേന്ന്? അടിയിൽ നിന്നാൽ അപ്പോൾ ഒന്ന് വിഷയത്തിന് പ്രശ്നം വരുമോ? ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യം അടിയിലൊന്ന് ഇറങ്ങിയിട്ട് പുള്ളി എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതൊന്ന് നോക്കി കണ്ടുപിടിക്കട്ടെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വീലല്ലേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോളാം. കഷ്ടമായി ചെയ്തിട്ട് എങ്ങനെ സംഭവം ചെയ്യണേ, ഓരോ നെറ്റ് എന്തോരും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ കറക്റ്റ് കിട്ടുന്നത്. ആ ചെറിയ വല്ല മുന്നിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് വ്യത്യാസം വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കണ്ടുപിടിക്കാതെ നമുക്ക് വളരെ ഒരു സംഭവം. നമുക്ക് വണ്ടി നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ച് പോയിട്ട് ശരിയാക്കിയോ എന്ന് ചോദിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് ശരിയാക്കിയെന്നുള്ളത് നമുക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്നെല്ലാം കണ്ടുപഠിക്കണം കേട്ടോ. വീൽ അലൈൻമെൻറ്റ് ചെയ്യാറുണ്ടെങ്കിലും എവിടെയാണ് ഇങ്ങനെ വിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഉള്ളിൽ കയറി നിന്ന് നെട്ടുമ്പോൾ തിരിക്കുമ്പോൾ അത് എത്ര തിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ മെഷീൻ ഉണ്ടല്ലോ, ഈ മെഷീനിൽ ഇപ്പോൾ നമ്മളുടെ അലൈൻമെൻറ്റിൻ്റെ ഇത് കാണിക്കുമ്പോൾ ഓരോ വീലും എങ്ങനെ നിൽക്കണം അത് തുല്യമാക്കുകയാണ് ചെയ്യുക ഇതിനകത്ത് വെച്ചിട്ട്. അപ്പോൾ അത് എവിടെ എങ്ങനെ തിരിക്കുമ്പോഴാണ് തുല്യമാവുന്നത്, ഏത് യൂസ് ചെയ്ത് മറ്റേ ടൈപ്പ് ചെയ്യുമ്പോഴാണ് എന്നുള്ളൊരു സംഭവം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മെഷീനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഇതിൽ കുറേ ക്വാളിറ്റിയും ഉള്ള മെഷീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഷാജേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയുള്ള സംഭവങ്ങളാണെന്നൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര വില കൂടിയതും നോർമലല്ലാത്ത ടൈപ്പിലുള്ള സംഭവം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ വീലെന്തായാലും വീലല്ല, നമ്മുടെ മഡ്ഗാർഡ് എന്തായാലും ഞളങ്ങിയത് ഇങ്ങോട്ട് പോകുന്നു. അതിലൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തില്ലെങ്കിൽ വൃത്തികേടായിട്ടാണ് നിൽക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞളക്കം കാണാനുള്ള രീതിയിലായി. അവിടെ നിന്നോട്ടെ എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും അത് ഒരു അഭംഗിയാണ്, തട്ടിയ പോലത്തെ ഒരു ഫീലാവും. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യിക്കാം. പക്ഷേ ടച്ച് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ആ സാധനം മക്കിട്ട് പുട്ടിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ അത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാക്കിയിട്ട് തട്ടി ശരിയാക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് മുഴുവൻ പോലോ എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കട്ടെ എങ്ങനെയെങ്കിലും വേറെ നല്ല ഐഡിയ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ 2 സൈഡിലും വെച്ച് ഇത് ചുമപ്പ് ലൈറ്റ് ബ്ലിങ്ക് ആവും. ഇത് എന്തിനു വേണ്ടിയിട്ട് വെക്കുന്നതെന്നുള്ളത് അറിയില്ല കേട്ടോ. 4 സ്ഥലത്തും വെക്കുമെന്ന് തോന്നണം. ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്തേക്കണേ എന്നുള്ളത് നോക്കട്ടെ. ഇത് ഡിസ്കിൻ്റെ ഉൾവശത്തേക്ക് ഇത് കണ്ട ഇങ്ങനെ വെറുതെ 4 സൈഡിലേക്കും അവരെ ക്ലിപ്പുമ്മ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൽ വേറെ വയർ കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ലൈറ്റ് കത്തില്ലല്ലോ. വയറുടെ കണക്ഷൻ എടുക്കുന്നു കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല, നോക്കി നോക്കട്ടെ. ഇനി ബാക്കിലും വെക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ 2 സൈഡിൽ വെച്ചു, ഇനി ബാക്കിൽ 2 സൈഡിലും വെക്കും. ഇത് സെൻസർ സംഭവമാണെന്നാണ് എൻ്റെ പറയുന്നത്. സെൻസറുകൾ ഫിറ്റ് ചെയ്യണതാണ്. ഇതിൽ നോക്കിയിട്ടാണ് 3Dയിൽ സെറ്റ് ചെയ്യുക അല്ലേ? വണ്ടിയുടെ ഇഗ്നേഷൻ ഓൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാണോ? കിലോമീറ്റർ നോക്കാനൊന്നുണ്ട്. കിലോമീറ്റർ ഇതിനകത്ത് എഴുതി കൊടുക്കണം, എത്രയിലാണ് നമ്മൾ ഇത് ചെയ്യണേ എന്നുള്ളത്. കിലോമീറ്റർ അടിച്ചു കൊടുക്കണം. 24 മോഡൽ. ഏത് ഈ മോഡലാണ്? ഇത് 25 KL08 CE 73 പഴയ നമ്പർ വേറെ 150 അല്ലേ എല്ലാ വണ്ടിയുടെ? 150 ഈ പ്രാവശ്യം കിട്ടിയില്ല. കണ്ടമാനം കൂടിപ്പോയായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഒരു 5-6 മാസം വെയിറ്റ് ചെയ്യണം. അപ്പം പിന്നെ 25 മോഡൽ വണ്ടി. ഏത്? ഈ വണ്ടി 24 ഇറങ്ങിയതാണല്ലേ? ഈ മോഡല് 24 25-നാണല്ലോ ഈ മോഡൽ. 25 മുതൽ ഇറങ്ങിയിട്ടുള്ള 24 ഈ മോഡലല്ല ഇറങ്ങിയിട്ടുള്ള. ഈ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ളത് 25. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ 2 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പം എനിക്ക് തോന്നണതേ ഈ ഫേസ് ലിഫ്റ്റ് അല്ല പറയണേ, ഇങ്ങനത്തെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. അത് ശരി തന്നെയായിരിക്കും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് കുറേ കാലങ്ങളായി ഉണ്ട്. ഇറങ്ങിയിട്ട് ഈ സൈസ് ഇറങ്ങിയിട്ടുണ്ടല്ലേ? അപ്പം ശരിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്യത്യാസം വരുന്ന 3Dയിൽ
അപ്പോൾ ലേശം മുന്തി കറക്റ്റ് ചെയ്തു. ഇനി സ്റ്റിയറിംഗ് അനങ്ങാണ്ടിരിക്കാനാണോ ലോക്ക് ചെയ്യണേ? ബ്രേക്കാണോ ലോക്ക് ചെയ്യണേ? ബ്രേക്ക് വീൽ അനങ്ങാറ്റിയ. സ്റ്റാർട്ട് ചെയ്യണം ആദ്യം അല്ലേ? അല്ല, സ്റ്റാർട്ടിങ്ങിലിരുന്നോ ശരിക്കും വീൽ എലിമെൻറ്റ് ചെയ്യുമ്പോൾ? പവർ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ പവർ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിക്കേണ്ട ആവശ്യം വരുന്നെങ്കിൽ ഇതിൽ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അവിടെ വ്യത്യാസങ്ങൾ വരുന്നത്. ഇതിപ്പോൾ ഒക്കെ നമ്മളുടെ ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ ഇരിക്കണത്? ഓൾറെഡി ചെറുതായിട്ട് വ്യത്യാസമുള്ളൂ അല്ലേ? ഓവറായിട്ട് പോയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്. കാരണം അലൈൻമെൻറ്റ് വലിയ കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ടയറൊക്കെ ചെത്തി തവിട് പൊടിയായി പോകും. അങ്ങനെയൊന്നും ചെത്തിയിട്ടില്ല. ചെറുതായിട്ടൊരു നമ്മളെപ്പോഴും നോക്കണതല്ല. അപ്പോൾ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പനെ അത് പിടിക്കും. അപ്പോൾ ചെറിയ മാറ്റം നമ്മളുടെ കണ്ണിൽ കണ്ട അപ്പനെ നമ്മൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ ഇതായിട്ട് തോന്നണില്ല. ഇപ്പോൾ എന്തായാലും നോക്കി നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കാം. വരുന്നതൊക്കെ ടാക്സി വണ്ടി കേട്ടോ. CG 125 150 നമ്മുടെ വണ്ടിയുടെ നമ്പർ ആയേ. ബ്ലാക്ക് കളർ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഡിസൈറിനേക്കാളും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള വണ്ടി കേട്ടോ. പക്ഷെ അധികം ആൾക്കാർ ഇത് എടുത്ത് കാണുന്നില്ല. വേണമെങ്കിൽ ഈ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഓണർ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം എന്തൊക്കെയുണ്ട് ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് കേട്ടോ. ഞാൻ ചോദിച്ചതാ ചോദിച്ചതിന് ശേഷമാണ് മാരുതിയുടെ 2 ഷോറൂം ചോദിച്ചു, ഹുണ്ടായുടെ 2 ഷോറൂം ചോദിച്ചു. 77,000 കിലോമീറ്റർ കയറില്ലേ? അതാണ് ഓരോ വണ്ടിക്ക് ഓരോ രീതിയിലാണ്. മറ്റത് 1 ലക്ഷം അല്ല അന്ന് കൊണ്ടുവന്നിട്ട താറിൻ്റെ ആളുടെ 1 ലക്ഷം ഓടിച്ചു കൊടുത്തതാ സ്വിഫ്റ്റ്. സ്വിഫ്റ്റിന് 1 ലക്ഷം ഓടിയുണ്ടോ? 1,20,000. ഏത് ടയറായിരുന്നു? മിഷലിനോട്. മിഷലിൻ സൂപ്പർ ടയറല്ലേ? അതിന് വ്യത്യാസം ഉണ്ടാവും. ഞങ്ങളെ ചേട്ടൻ പറയുക ഇതിന് 7 സംതിങ് ആയുള്ളൂ. ഇത് 9 ലക്ഷം രൂപയുടെ എടുത്താൽ എനിക്ക് എനിക്ക് ഈ GST കുറയണേക്കാളും മുന്നേ എടുത്തപ്പോൾ 9 രൂപയുടെ താഴെ വന്ന എല്ലാ ഫിറ്റിങ്ങും സംഭവങ്ങളൊക്കെ അടക്കം. ഇത് 7,60 വന്നിട്ട് 7,69 അപ്പോൾ ഭയങ്കര വില വ്യത്യാസം ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു 8-10 ആയതുകൊണ്ട് അല്ലേ ഇപ്പോ? പ്ലസ് അവര് സെറ്റിനൊക്കെ പറഞ്ഞ 25,000 രൂപ. ഇവരെത്ര രൂപയ്ക്ക് ചെയ്തെന്ന്? 15 രൂപ. അപ്പോൾ മൊത്തത്തിലുള്ള റേറ്റും കുറവ് ഇവരുടെ അടുത്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അഡീഷണൽ അപ്പോൾ കമ്പനിയിൽ തന്നെ ജീപ്പ് എല്ലാം 7,60 7,69 7,70 കൂട്ട് 7,70 കൂട്ടിയാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ വണ്ടി കാണാനും ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പേസും കൂടുതലുണ്ട്. ഡിക്കി സ്പേസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഇതിനൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഇതിൽ ഒരു പെട്ടി തകച്ച് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടോ മറ്റേന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഇത്ര കുഞ്ഞൊരു പെട്ടി വെക്കാനുള്ള സ്പേസ് ഇല്ല. ഇതൊരു പെട്ടിയില്ല, 2 പെട്ടി വെക്കാം. അല്ലെങ്കിൽ എന്തായാലും ഡിക്കി സ്പേസ് അത്രയധികം കൂടുതലുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. ശരിക്കും ഈ ഒരു വണ്ടി എടുക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നണം. ഡിക്കിയിലൊക്കെ ഇത്തിരി സ്പേസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ വീൽ അയച്ചു കഴിയുമ്പോഴത്തെ ഇവിടുത്തെ ഇതൊക്കെ സെയിം തന്നെയാണ്. സൈലൻസർ വ്യത്യാസമുണ്ട്. സൈലൻസർ ഇത്തിരി വലുതുപോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ സെയിം വലിപ്പം തന്നെ. ഇതിൻ്റെ നമ്പർ ഇവിടെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. നമ്മളുടെ രസം അവിടെയാണ്. ഇത് രസം ചെറുതാന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പിന്നെ ഫ്രണ്ട് നോട്ടേട്ടാ 5,000 ഓടിയിട്ടുള്ളതാണ് പുതിയ വണ്ടി. അത് എന്തൊക്കെ വ്യത്യാസങ്ങൾ നോട്ടേന്. ഇത് ലേശം വലിപ്പം കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ തിക്നെസ് ഉണ്ടല്ലോ ഇത് കണ്ട. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിങ്ങിൻ്റെ മറ്റേ ഇത് നമുക്ക് കാണാൻ ഡിസ്ക് എന്തോരം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഇനി ലൈനർ എന്തോരം തേഞ്ഞ് തീരാനുള്ളത് പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ കൂടെ നോക്കുമ്പോഴേ കാണുന്നേക്കാളും ക്ലിയർ ആയിട്ട് കാണാം. ഇതിപ്പോൾ മാരുതി പോലെ തന്നെ മാരുതിനേക്കാളും വില കുറവും വണ്ടി മോശമൊന്നുമില്ല. ഉണ്ടായുടെ വണ്ടിക്ക് ഇപ്പോൾ എന്ത് കുഴപ്പമെന്ന് പറയണത്? വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കിയോട്ടെ ഉള്ളൊന്നും ഞാൻ ഇതിൻ്റെ ഈ വണ്ടിയുടെ അങ്ങനെ കയറി നോക്കിയിട്ടില്ല. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ വണ്ടി ഇറങ്ങണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ നേരെ മാരുതിയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒട്ട് അറിയില്ല. ഇത് നല്ല അടിപൊളി കേട്ടാ. മാരുതിയുടെ ഉള്ളിൽ കാണുന്നേക്കാളൊക്കെ എന്താ അടിപൊളിയാ അമ്മ. സെറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അളവിന്. മറ്റേത് നമ്മുടെയൊക്കെ എന്നിട്ട് TV പോലത്തെ വലിയൊരു സാധനം പെട്ടിയൊക്കെ മുകളിലാക്കിയിട്ട് ഒരു ഭംഗിയൊക്കെ കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ അതേ വോളിയം കൺട്രോളുകൾ മൊത്തം സ്റ്റിയറിങ്ങിലുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല. പിന്നെ AC വെൻ്റ് ചെയ്ത് കണ്ടോ പുറകിലേക്കുണ്ട്. നമുക്കതൊന്നുമില്ല. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ഇത് അതേപോലെ സ്പീക്കറൊക്കെ ഇതിന് കമ്പനി തന്നെ വരണമെന്നാണ് പറഞ്ഞത്. അതുപോലെ മൊത്തത്തിൽ കാണുമ്പോഴേ AC വെൻറ്റും ഒക്കെ ഒരു രസമുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ അതിലൊക്കെ ഭംഗിയുണ്ട്.
സീറ്റിങ്ങിൽ ലെഗ് സ്പേസ് ഒക്കെ കൂടുതലാണെന്നുണ്ട് ഇതിനെ ബെസ്റ്റ്. വണ്ടി ജാക്കിയുടെ പുറത്താണല്ലോ ഇപ്പോൾ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കയറി ഇരിക്കാൻ പറ്റില്ല. ഇനി വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കട്ടെ, അപ്പോൾ ഒന്ന് കയറിയിരിക്കാം. സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഹെഡ് റെസ്റ്റ് ഇൻബിൽഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് പൊക്കാനായിട്ട് പറ്റില്ല. ഒറ്റ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു പരിപാടി. അല്ലെങ്കിൽ പിന്നെ ആ നിലയ്ക്ക് സ്പോർട്സ് കാറിൻ്റെ പോലെ സീറ്റൊക്കെ അടിക്കണം, എന്നാലേ എയിമുണ്ടാവുള്ളൂ. മൊത്തത്തിൽ സ്പേഷ്യസ് ആണ് കേട്ടോ. നമ്മുടെ വണ്ടീനെക്കാളും എനിക്ക് തോന്നുന്നു കാല് വയ്ക്കാനുള്ള സൗകര്യം എല്ലാം കൂടുതലുണ്ട്. പിന്നെ എന്താണ് ഈ വണ്ടിയാണ് ഇപ്പോഴും കുറേ കാലങ്ങളായി ഇറങ്ങി തുടങ്ങിയിട്ട് ഈ വണ്ടി കുറവ് ഇറങ്ങണത്, മാരുതി കൂടുതൽ ഇറങ്ങണത്. എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ, അത് അങ്ങനെയാണുള്ള കാരണം. അപ്പോൾ സംഭവം കാഴ്ചയിൽ വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഡിസൈറിനേക്കാളും വലുത് ഇതാണെന്ന് തോന്നണത്. ഒരു പൊടി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. എന്തായാലും നല്ല വണ്ടിയാണ്, ബ്ലാക്ക് കളറും കൂടി ആയിപ്പോഴേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അത് തന്നെയല്ല നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ എന്താ നടക്കണേന്നുള്ളത് നമുക്ക് ഇതേവരെ അറിയില്ല. മനസ്സിലായോ? ഇപ്പം നീ വല്ല സാധനങ്ങൾ ഊരിയെടുത്തവരെ എനിക്കിത് മനസ്സിലാവില്ല. ഇത് കറക്റ്റ് മനസ്സിലാക്കണ്ടേ ഞാൻ? അതെ, ഈ സാധനമാണല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് സാധനം. ഓക്കെ, ആ ലിങ്കാണ് അഡ്ജസ്റ്റ് ചെയ്യണത് അല്ലേ? ഇത് അഡ്ജസ്റ്റ് ചെയ്യണ അനുസരിച്ച് നമ്മളുടെ ഈ സാധനത്തിൽ വ്യത്യാസം കാണാൻ പറ്റുമല്ലേ സ്ക്രീനില്? അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത്. ഈ ഒരു സാധനം മാത്രമാണ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അതെ അല്ലേ? ഈ ഒരൊറ്റ സാധനത്തിലാണ്. ഈ സാധനം ഇത് അലൈൻമെന്റിൽ ഇതൊക്കെ ഇത് ബെൻഡായി കഴിഞ്ഞാൽ അലൈൻമെന്റ് പോകും. പിന്നീട് ഈ ഷോക്ക് പോയി ഞെട്ട് ഇതൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ മാറ്റുക, അല്ലാതെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒന്നും ചെയ്യാല്ല, ആകെ ഈ സാധനം മാത്രം കറക്റ്റ് ചെയ്തുള്ളൂ അല്ലേ? ഈ ഒരു നെട്ടുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം. ഈ ലിങ്കും ഈ ഒരു നെട്ടും ഇല്ലേ, ഇതിനാണ് വീൽ അലൈൻമെൻറ്റുള്ള സംഭവം എന്ന് പറയണത്. അപ്പോൾ ഇവിടെ തിരിക്കുന്നു, അവിടെ കറക്റ്റ് ആക്കുന്നു. എല്ലാം പച്ചയായി കറക്റ്റായോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, ഒരു പോയിന്റ് ടയർ തേമാനം അതിന്റെ ക്യാമറ ഇരിക്കുന്നുണ്ടോ? -1 -38 അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അത് അനുസരിച്ച് വേണം നമ്മള് അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാമറിന്റെ നോക്കിയിട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ടോ കിട്ടുക. ചിലപ്പോ നമ്മള് ഇത് ക്യാമറ ഇനി -1 ഡിഗ്രി ആവുകയാണെങ്കിൽ നമ്മളത് ടോ വീണ്ടും കൂട്ടി വെക്കും. പിന്നെ ടയറിന്റെ തേമാനം നോക്കും, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? വീൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ശരി, ഈ രണ്ട് സംഭവം ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുമ്പോഴേക്കും എന്താ പറയാ, ഏത് ടയർ പോകാനായിട്ട് ആ ഒരു 2 ലിങ്ക് മാത്രം മതിയില്ല. അതിനെന്താ പറയാ ശരിക്കും പറഞ്ഞാൽ? എൻഡ് അല്ലേ? ടയറോഡൻ്റെ അല്ലേ? ആ റാഡിന്റെ സംഭവം അഡ്ജസ്റ്റ് ചെയ്താൽ ക്ലിയർ ആയി. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് അതിനകത്ത് ആ സാധനം ക്ലിയർ ചെയ്താൽ സെറ്റായി അല്ലേ? അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ വർക്ക് കഴിഞ്ഞു, ഇത്രയ്ക്കാണേ ഉള്ളൂ. അപ്പോൾ സംഭവം അത് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ വഴി വയ്ക്കാനാണോ അതേ ടയർ മാറ്റാനാണോ എന്തിനു വന്നിട്ടുള്ളതാണോ? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനാണെന്നുണ്ട്. ടയർ പഞ്ചറാ. ഈശോ ബൈക്കുകാരൻ വണ്ടി തിരിയണ കണ്ടതാ. ആ ടയർ നോക്കിയ പള്ളങ്ങി ഒടഞ്ഞു തവിട് പൊടിയേ. മുകളിലെ കമ്പി കൂട്ടില്ലല്ലോ. കറക്റ്റ് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പരിപാടിയൊക്കെ ഫിനിഷ് ചെയ്ത് എല്ലാം അടിപൊളി ചെയ്താൽ പിന്നെ ഇപ്പോൾ ഈ വണ്ടിയിൽ നോക്കിയപ്പോഴാണ് 5000 കിലോമീറ്റർ തന്നെ ഔട്ടർ. ഓക്കെ ബൈ. ഔട്ടർ ടയർ ചെത്തിപ്പോയിക്കണു കേട്ടോ. 5000 കിലോമീറ്റർ ആയപ്പോഴേക്ക് ടയറിൻ്റെ ഔട്ടർ, ബാക്ക് ടയറിൻ്റെ ഔട്ടർ ചെത്തിപ്പോയിക്കണു. അപ്പോഴോ അതേപോലെ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ വണ്ടി ഡിസയർ തന്നെ ആളുടെ എത്ര 10000 ആയിപ്പോൾ, 10000 ആയിട്ടില്ല 7000 കണ്ടായിപ്പോൾ ആളുടെ വണ്ടിയിലും ഇതേപോലെ തന്നെ ബാക്ക് സൈഡ് ടയറിൻ്റെ ഔട്ടർ ചെത്തണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതേവരെ 30 ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതേവരെ അങ്ങനെ നമ്മളുടെ നോട്ടത്തിൽ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അത് കാരണം നിങ്ങൾ അത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് ചെയ്ത് എല്ലാ വണ്ടിക്കും ചിലപ്പോൾ ഒരേപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു കട്ടൽ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വ്യത്യാസം വരും.
അപ്പോൾ നമ്മൾ ഇത് ചെയ്തില്ല, നമ്മൾ കറക്റ്റായിട്ട് വലിയ കട്ടും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം എനിക്കറിയാം, അങ്ങനെ ചാടിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ടയറാണെങ്കിൽ നമ്മൾ കഴുകുമ്പോഴൊക്കെ വാഷ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ ആ വേരിയേഷൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമ്മളുടെ ഇപ്പോൾ ഞാൻ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിൽ കയറി ഇന്ന് അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിൻ്റെ കാരണം എത്ര വ്യത്യാസം ഉണ്ടെന്ന്, ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ള ആ ഒരു തേമാനം മാത്രമാണ് ഇത്തിരി അവിടെ കൂടുതലുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്ന് 5000 ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു സേഫ്റ്റി ആയി. പിന്നെ അത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണവരാണെങ്കിൽ, അല്ലെങ്കിൽ നോക്കിയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ആയാലും എന്താ പറയുക ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പൂരിയൊക്കെയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ 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 ബൈ.